അമേരിക്കൻ കമ്പനിയായിട്ടുള്ള ആന്ത്രോപിക്കിന്റെ ഏറ്റവും പുതിയതും ശക്തവുമായിട്ടുള്ള ഫേബിൾ 5, മിത്തോസ് 5 എന്നിങ്ങനെയുള്ള AI മോഡലുകൾ അമേരിക്കയ്ക്ക് പുറത്തുള്ളവർ ഉപയോഗിക്കുന്നതിന് US സർക്കാർ പെട്ടെന്ന് വലിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. അമേരിക്കയ്ക്ക് പുറത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കക്കാരല്ലാത്ത ആരും ഉപയോഗിക്കാൻ പാടില്ല. അതിപ്പോൾ അമേരിക്കയിലുള്ള വിദേശികളായിട്ടുള്ള ആൾക്കാർ, അമേരിക്കയിൽ ജോലി ചെയ്യുന്നവരാണെന്ന് കരുതുക, ഒരു സ്ഥാപനത്തിൽ വിദേശികളായിട്ടുള്ള ആളുകൾ അമേരിക്കയിൽ ജോലി ചെയ്യാണ്. അവിടെ അമേരിക്കക്കാരായിട്ടുള്ള ആളുകൾ മാത്രമേ ഇത് ഉപയോഗിക്കാൻ പാടുള്ളൂ. അല്ലാതെ ഒരാളും ഈ ഫേബിൾ 5, മിത്തോസ് 5 എന്ന് പറയുന്ന AI മോഡലുകൾ ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് യുഎസിന്റെ പുതിയ തീരുമാനം. എന്താണ് ഇതിന്റെ കാരണം? ഇത് ഒരു വലിയ ആഗോള പ്രതിസന്ധി ലോകത്തുണ്ടാക്കുകയാണോ? നമുക്ക് ഈ വിഷയത്തെക്കുറിച്ച് നോക്കാം. ഒരു രാജ്യത്തിന്റെ പരമാധികാരവും സുരക്ഷയുമെല്ലാം ഇനി സാങ്കേതിക വിദ്യയെ ആശ്രയിച്ചായിരിക്കും നിലനിൽക്കുക എന്നും ആഗോളവൽക്കരണം പൂർണ്ണമായും അവസാനിച്ചു കഴിഞ്ഞുവെന്നും ഇനി ഭാരതം ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ സ്വന്തം വഴി നോക്കേണ്ടതുണ്ട് എന്നും ഇന്ത്യയിലെ തന്നെ പല വിദഗ്ധരും അഭിപ്രായപ്പെടുകയാണ്. അമേരിക്ക എന്തിന് ഇങ്ങനെ ചെയ്തു എന്ന് ചോദിച്ചാൽ അമേരിക്ക പറയുന്നത് സൈബർ സുരക്ഷാ ഭീഷണിയാണ് പ്രധാനമായിട്ട്. ആന്ത്രോപിക് പുറത്തിറക്കിയതിൽ വെച്ച് ഏറ്റവും ശക്തമായിട്ടുള്ള AI മോഡലുകളാണ് ഫേബിൾ 5ഉം മിത്തസ് 5 എന്നും പറയുന്ന AI മോഡലുകൾ. അതുകൊണ്ട് തന്നെ ഇത് അമേരിക്കയ്ക്ക് വലിയ രീതിയിലുള്ള സുരക്ഷാ ഭീഷണി ഉയർത്തുന്നു എന്നാണ് US കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റിന്റെ ഏറ്റവും പുതിയ കണ്ടെത്തൽ. അതുകൊണ്ടാണ് അവർ ഇങ്ങനെ ഒരു പുതിയ ഓർഡർ പുറപ്പെടുവിച്ചിരിക്കുന്നത്. സോഫ്റ്റ്വെയറുകളിലെ സുരക്ഷാ പിഴവുകൾ കണ്ടെത്തുന്നതിന് ഈ പറഞ്ഞ AI മോഡലുകൾക്ക് അസാധാരണമായ കഴിവുണ്ട്. എന്നാൽ ഈ മോഡലിന്റെ സുരക്ഷാ പൂട്ടുകൾ തകർക്കാൻ കഴിയുമെന്ന് ആമസോണിലെ ചില ഗവേഷകർ കണ്ടെത്തുകയുണ്ടായി. ഈ കാര്യങ്ങൾ US അധികൃതരെ അവർ അറിയിച്ചു. ബാങ്കുകൾ, പ്രതിരോധ സംവിധാനങ്ങൾ, മറ്റ് സുപ്രധാന അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയ്ക്ക് നേരെ സൈബർ ആക്രമണം നടത്താൻ വിദേശ രാജ്യങ്ങളോ ഹാക്കർമാരോ ഈ സാങ്കേതികവിദ്യ ഉപയോഗിച്ചേക്കാം എന്നാണ് അമേരിക്ക ഭയപ്പെടുന്നത്. അമേരിക്ക വികസിപ്പിച്ച ഏറ്റവും മികച്ച ഒരു സാങ്കേതിക വിദ്യ അവരുടെ ശത്രു രാജ്യങ്ങളുടെയോ വിദേശ കമ്പനികളുടെയോ കൈകളിൽ എത്തിപ്പെടരുത് എന്ന് ഇപ്പോൾ അമേരിക്കയ്ക്ക് നിർബന്ധമുണ്ട്. മുൻപ് AI നിർമ്മിക്കാൻ ആവശ്യമായ സെമി കണ്ടക്ടർ ചിപ്പുകളാണ് അമേരിക്ക നിയന്ത്രിച്ചിരുന്നത് എങ്കിൽ ഇപ്പോൾ AI സോഫ്റ്റ്വെയർ തന്നെ ഒരു തന്ത്രപ്രധാന ആയുധമായിട്ട് അവർ പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നാണ് പൊതുവെ ഇതിനെ കാണുന്നത്. ഇത് അമേരിക്ക സുരക്ഷാ ഭീഷണി കൊണ്ട് മാത്രം ചെയ്തൊരു കാര്യമായിട്ട് കാണാൻ കഴിയില്ല. മറിച്ച് ഇത് അമേരിക്ക അവരുടെ ആധുനിക ടെക്നോളജി അവർ കൺട്രോൾ ചെയ്യാണ്. എന്ന് വെച്ചാൽ മറ്റ് രാജ്യങ്ങൾ അത് ഉപയോഗിക്കണ്ട, അങ്ങനെ അത്ര പെട്ടെന്ന് മറ്റ് രാജ്യങ്ങളിലേക്ക് എത്തണ്ട എന്ന രീതിയിൽ മോസ്റ്റ് മോഡേൺ AI ടെക്നോളജീസ് അല്ലെങ്കിൽ AI ടെക്നോളജിയിൽ ഉണ്ടാവുന്ന ഡെവലപ്മെന്റ്സിനെ US കൺട്രോൾ ചെയ്ത് ആ മേഖലയിൽ കൂടി ആധിപത്യം ഉറപ്പിക്കാൻ നടത്തുന്ന ഒരു ശ്രമമായിട്ടാണ് ഇതിനെ കാണാൻ കഴിയുന്നത്. അമേരിക്കയിലെ പുതിയ ഭരണകൂടത്തിന്റെ ശക്തമായ ഒരു നയമാണ് അമേരിക്ക ഫസ്റ്റ് എന്നത്. അമേരിക്കൻ മണ്ണിൽ നിർമ്മിക്കുന്ന ഏറ്റവും മികച്ച സാങ്കേതിക വിദ്യകൾ ആദ്യം അമേരിക്കയുടെ സുരക്ഷയ്ക്കും താല്പര്യങ്ങൾക്കും മാത്രമേ ഉപയോഗിക്കാവൂ എന്ന നിലപാടാണ് അവർക്കുള്ളത്. ഈ ഉത്തരവനുസരിച്ച് അമേരിക്കയ്ക്ക് പുറത്തുള്ള ആർക്കും, അതിലൂടെ ആന്ത്രോപിക്കിന്റെ സ്വന്തം വിദേശ ജീവനക്കാർക്ക് പോലും ഈ AI ഉപയോഗിക്കാൻ അനുവാദമില്ല. ഇത് ആഗോളതലത്തിൽ വേർതിരിച്ച് നിയന്ത്രിക്കൽ ബുദ്ധിമുട്ടായതുകൊണ്ട് ആന്ത്രോപിക് കമ്പനിക്ക് ഈ മോഡലുകൾ ലോകമെമ്പാടും താൽക്കാലികമായി പൂർണ്ണമായി ഓഫ് ആക്കേണ്ടി വന്നിരിക്കുകയാണ്. യൂറോപ്യൻ രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ള അമേരിക്കയുടെ സഖ്യകക്ഷികൾ പോലും ഈ പെട്ടെന്നുള്ള വിലക്കിൽ കടുത്ത അമർഷത്തിലാണ്. കാരണം അവരുടെ പല ആശുപത്രികളും വലിയ കമ്പനികളും ഈ മോഡലുകൾ ഉപയോഗിച്ച് ഗവേഷണം ആരംഭിച്ചിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. സാങ്കേതിക വിദ്യയിൽ പൂർണ്ണമായും ഒരു വിദേശ രാജ്യത്തെ ആശ്രയിച്ചാൽ എപ്പോൾ വേണമെങ്കിലും ഡിജിറ്റൽ ലോകം ഇരുട്ടിലാകാം എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണത്. നമ്മുടെ ഭാഗ്യക്കേടിന് ഈ ഒരു ടെക്നോളജി രംഗത്ത് നമ്മൾ പല കാരണങ്ങൾ കൊണ്ട് പുറകിൽ തന്നെയാണ് ഇപ്പോഴും. ഞാൻ പറയുന്നത് ഇന്ത്യയെക്കുറിച്ചാണ്. എന്നാൽ ഇതിനെ അതിജീവിച്ച് മുന്നോട്ട് പോയ വിരളിലെണ്ണാവുന്ന രാജ്യങ്ങളിൽ ഒന്ന് ചൈനയാണ്. ചൈനയുടെ അത്രയില്ലെങ്കിലും കുറേയൊക്കെ സ്വയം പര്യാപ്തത റഷ്യയും കൈവരിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇതൊന്നും മാറ്റിമറിക്കാൻ കഴിയില്ല. അങ്ങനെ കഴിയുമായിരുന്നുവെങ്കിൽ ലക്ഷക്കണക്കിന് ബിസിനസ് സംരംഭകർ ഈ രാജ്യത്തുണ്ട്, ധനികരായിട്ടുള്ള ആളുകളുണ്ട്, സ്റ്റാർട്ടപ്പുകളുണ്ട്. അവർക്കൊക്കെ ഇതിനേക്കാൾ മികച്ചൊരു പ്ലാറ്റ്ഫോം ഇവിടെ കൊണ്ടുവരാവുന്നതല്ലേ ഉള്ളൂ. പക്ഷെ ഇതത്ര എളുപ്പമല്ല ഈ ടെക്നോളജി. രണ്ടാമത് ഇവിടെയുള്ള ഇന്റലിജന്റ് ആയിട്ടുള്ള മനുഷ്യന്മാരെയൊക്കെ തന്നെ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ തിരിച്ചറിഞ്ഞ് അമേരിക്ക റാഞ്ചി കൊണ്ടുപോകുന്നത് കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് തുടരുകയുമാണ്. ഇത്തരം അമേരിക്കയുടെ പല കമ്പനികൾ എടുത്തു നോക്കിയാലും അതിലേക്ക് പ്രധാനപ്പെട്ട എഞ്ചിനീയർമാർ അല്ലെങ്കിൽ ആ പ്രോജക്റ്റുകളിൽ നിർണായകമായ ഒരു പങ്ക് വഹിക്കുന്നത് ഇന്ത്യൻ വംശജരൊക്കെ ആയിരിക്കും. അവർക്ക് പ്രത്യേകിച്ച് ക്രെഡിറ്റ് പോലും പലപ്പോഴും കിട്ടാറില്ല. പൈസ കിട്ടും, അവർ ചോദിക്കുന്നതിനേക്കാൾ കൂടുതൽ പൈസ പോയി കമ്പനികൾ കൊടുക്കും. പക്ഷെ അതിന്റെ അംഗീകാരങ്ങളൊന്നും തന്നെ, അതിൽ കണ്ടുപിടിച്ചതിന്റെ അംഗീകാരമോ അല്ലെങ്കിൽ അതിന്റെ എന്തെങ്കിലും അവകാശങ്ങളോ ഒന്നും പലപ്പോഴും കിട്ടാറില്ല.
വലിയൊരു ടീമിലെ ഒരു ലീഡർ അമേരിക്കക്കാരനായിട്ടുണ്ടാവും. അയാളുടെ പേരിലായിരിക്കും ഇത് മൊത്തം അറിയപ്പെടുന്നത്. ആ പ്രോജക്റ്റിൽ വലിയ രീതിയിൽ പങ്കുവഹിച്ച ആളെ കുറെ കാലങ്ങൾക്ക് ശേഷമായിരിക്കും അയാൾ ഒരു ഇന്ത്യക്കാരനായിരുന്നു എന്ന് പോലും ലോകം അറിയുന്നത്. അങ്ങനെയൊക്കെയാണ് അമേരിക്ക ശരിക്കും അവര് തലച്ചോറ് വരെ കടത്തുന്ന രാജ്യമാണ്. ഓരോ രാജ്യത്തും അവരിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് വല വിരിച്ച്. സാമാന്യം നല്ല ബോധമുള്ള, വിവരമുള്ള, അറിവുള്ള, കഴിവുള്ള അല്ലെങ്കിൽ എക്സ്ട്രാ ഓർഡിനറി എന്ന് തോന്നുന്ന കുട്ടികളെ തന്നെ കണ്ടുപിടിച്ച് സ്കോളർഷിപ്പ് കൊടുത്ത് ഭയങ്കരമായിട്ടുള്ള ഓഫേഴ്സ് ഒക്കെ കൊടുത്ത് നേരെ അമേരിക്കയെ കൊണ്ടുപോയി അവിടുത്തെ ഏതെങ്കിലും ഒരു ടോപ്പ് ക്ലാസ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാനുള്ള സൗകര്യം കൊടുത്ത് അവരുടെ ബുദ്ധിയും തലച്ചോറും പരമാവധി അമേരിക്കയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തുക. അത് ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല, അങ്ങനെ ലോകത്തെ പല രാജ്യങ്ങളിൽ നിന്നും അമേരിക്ക ഇത്തരത്തിൽ തലച്ചോറ് കടത്തുന്നുണ്ട് എന്നത് ഒരു വസ്തുതയാണ്. അപ്പോൾ അമേരിക്ക പക്ഷേ ഇന്നിപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, അങ്ങനെ അമേരിക്കയിലേക്ക് എത്തുന്ന ടെക്നോളജി അമേരിക്കക്കാർ മാത്രം യൂസ് ചെയ്താൽ മതി, പുറത്ത് വേറെ ആരും ഉപയോഗിക്കേണ്ട എന്നൊരു നിലപാടിലേക്ക് മാറുകയാണ്. അതിൻ്റെ പ്രധാന കാരണങ്ങളിലൊന്ന് AI വളരെ സ്വാധീനമുള്ളൊരു ശക്തിയായിട്ടൊന്ന് മാറിയിരിക്കുകയാണ്. അതായത് AI കൺട്രോൾ ഉള്ള രാജ്യത്തിന് ഒരു പക്ഷേ ഭാവിയിൽ ലോകത്തെ നിയന്ത്രിക്കാൻ കഴിയുമെന്ന് അമേരിക്ക കണക്ക് കൂട്ടുന്നു. അതുകൊണ്ട് തന്നെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജി അങ്ങനെ എളുപ്പത്തിൽ എല്ലാവരിലേക്കും എത്തേണ്ടതില്ല എന്നാണ് അമേരിക്കയുടെ ഇപ്പോഴത്തെ ഒരു നിലപാട്. അതുകൊണ്ടാണ് അവരിത് ചെയ്യുന്നത്. ശരിക്കും നമ്മുടെ മുമ്പിൽ എന്താണ് വഴിയെന്ന് ചോദിച്ചാൽ, നമ്മൾ സ്വന്തമായിട്ട് ഇത് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. തൽക്കാലം നമുക്ക് അമേരിക്കയുടെ പ്ലാറ്റ്ഫോംസ് ഉപയോഗിക്കാൻ കഴിയും, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പ്ലാറ്റ്ഫോംസ് ഉപയോഗിക്കാൻ കഴിയും. ഒരുപാട് കാലം ഇത് പറ്റില്ല. അപ്പോൾ ഇന്ത്യ തീർച്ചയായിട്ടും ഇന്ത്യയുടേതായ വഴികൾ തേടണം. ഇന്ത്യയുടെ വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും അല്ലെങ്കിൽ രാജ്യത്തെ മുഖ്യമന്ത്രിമാർക്കോ മന്ത്രിമാർക്കോ മാത്രമാണ് ഉത്തരവാദിത്വമെന്നൊന്നും ആരും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ഓരോരുത്തർക്കും ഉത്തരവാദിത്തമുണ്ട്. കൂട്ടത്തിൽ കഴിവുള്ളവർ നല്ല നല്ല ടെക്നോളജികൾക്ക് വേണ്ടി സമയം ഇൻവെസ്റ്റ് ചെയ്തിട്ട് കണ്ടുപിടിക്കുക എന്നുള്ളതേ ഉള്ളൂ വഴി. അല്ലാതെ ഗവൺമെന്റിന് അതിനുള്ള ഒരു സാഹചര്യം ഒരുക്കി തരാൻ മാത്രമേ പറ്റൂ. അതല്ലാതെ നമുക്ക് ഇത്തരം ടെക്നോളജികൾ ഒറ്റയ്ക്ക് ഒരു ഗവൺമെന്റിന് പോയിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്ന കാര്യമല്ല. അവിടെ നമ്മുടെ രാജ്യത്തുള്ള ബ്രില്യൻ്റ് ആയിട്ടുള്ള ചെറുപ്പക്കാർ വിചാരിക്കണം, അവർ മുന്നോട്ട് വരണം. എങ്കിൽ മാത്രമേ നമ്മുടെ രാജ്യത്ത് ഇത്തരം ടെക്നോളജികൾ ഡെവലപ്പായി വരുള്ളൂ. 2010-11 കാലയളവിൽ ഇലോൺ മസ്കിന്റെ സമ്പത്ത് എന്ന് പറയുന്നത് $1-2 ബില്യൺ ആണ്. ഇന്ന് അയാൾ ട്രില്യനറാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ ആസ്തിയുള്ള, ലോകത്ത് ഏറ്റവും അധികം സമ്പത്തുള്ള മനുഷ്യൻ. ആദ്യമായിട്ട് $1 ട്രില്യൺ എന്ന് പറയുന്ന ആസ്തി സ്വന്തമാക്കിയ ആളാണ് ഇലോൺ മസ്ക്. എന്തുമാത്രം പരീക്ഷണങ്ങൾ നടത്തി പരാജയപ്പെട്ടിട്ടും ആ ആത്മവിശ്വാസം ആ മനുഷ്യനെ മുന്നോട്ട് നയിച്ചു. എത്രയോ തവണ സ്പേസ് എക്സ് പൊട്ടിപ്പൊളിഞ്ഞു, എന്തെല്ലാം വിവാദങ്ങൾ ഉണ്ടായി. അതിലൊന്നും പതറാതെ ആ മനുഷ്യൻ മുന്നോട്ട് പോയപ്പോൾ ഇന്ന് അയാൾ മാത്രമല്ല വളർന്നത്, അയാളിലൂടെ അമേരിക്കയും ഇന്ന് വളരുകയാണ്. AI ടെക്നോളജിയിലേക്ക് അമേരിക്കയുടെ വളർച്ച എന്ന് പറയുന്നത് ടെസ്ല ബോട്ടുകളൊക്കെ പോയി കാണണം, ഞെട്ടിപ്പോവും. സയൻസ് ഫിക്ഷൻ സിനിമയിൽ കാണുന്ന റോബോട്ടുകളെ വെല്ലുന്ന ഐറ്റങ്ങളൊക്കെയാണ് അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാരുടെ കയ്യിലാണ് ഈ രാജ്യത്തിന്റെ ഭാവി. അവർ വിചാരിച്ചാൽ മാത്രമേ രാജ്യം മുന്നോട്ട് പോകുള്ളൂ. ഇപ്പൊ എത്ര സമ്പത്തുണ്ടെങ്കിലും അദാനി വിചാരിച്ചാലോ അംബാനി വിചാരിച്ചാലോ ഈ പറയുന്ന AI പ്ലാറ്റ്ഫോം ഉണ്ടാവണമെന്നില്ല. അതിന് ഇന്റലിജന്റ് ആയിട്ടുള്ള തലയുള്ള പിള്ളേരെ തന്നെ ഇറങ്ങണം. സോ അത് ഭാവിയിൽ ഇന്ത്യയിലും സംഭവിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നമ്മുടെ നാട്ടിൽ നിന്ന് തദ്ദേശീയമായിട്ട് ഇത്തരം പ്ലാറ്റ്ഫോമുകൾ ഉണ്ടാകാതിരുന്നാൽ ഭാവിയിൽ അമേരിക്കയെ പോലെ ഇത് ഡെവലപ്പ് ചെയ്ത രാജ്യങ്ങൾ ഇത് കൺട്രോൾ ചെയ്യുന്നൊരു സ്ഥിതി വരും. അന്ന് വീണ്ടും എന്തെങ്കിലും കാര്യങ്ങളിൽ നെഗോഷിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ കാർഡൊന്നും ഉണ്ടാവില്ല, അപ്പോഴും അവരുടെ കയ്യിലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. തീർച്ചയായിട്ടും അമേരിക്ക ഇപ്പോൾ എടുത്തിരിക്കുന്ന ഈ ചുവട് ഇത് നമ്മൾ ഗൗരവമായിട്ട് കാണണം. നാളെ അമേരിക്ക വിചാരിക്കുകയാണ് അമേരിക്ക മുഴുവൻ ഇന്റർനെറ്റ് സേവനങ്ങളും അമേരിക്കയ്ക്ക് താല്പര്യമില്ലാത്ത രാജ്യങ്ങളിൽ നിർത്താൻ പോവുകയാണെന്ന് കരുതുക. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും? നമ്മൾ ഉപയോഗിക്കുന്ന പ്ലാറ്റ്ഫോംസ് എടുത്ത് നോക്കൂ. മൈക്രോസോഫ്റ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇപ്പോൾ ആപ്പിൾ എന്ന് പറയുന്ന കമ്പനി എടുക്കാം, ഗൂഗിൾ എന്ന് പറയുന്ന കമ്പനി എടുക്കാം. ഇതെല്ലാം ഒറ്റയടിക്ക് ഇവിടെ നിശ്ചലമായി പോകും. നമുക്ക് വേറൊരു ഓൾട്ടർനേറ്റീവ് ഇല്ല. ചൈനയാണെങ്കിൽ കംപ്ലീറ്റ് സാധനം ചൈനീസ് ഭാഷയിലാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അതൊട്ട് അവർ തരാനും പോകുന്നില്ല. അത് കിട്ടിയിട്ട് നമുക്ക് വലിയ കാര്യവുമില്ല. ഇതിനേക്കാൾ വലിയ കുഴപ്പമാണ്. അത്രമാത്രം നമ്മളൊക്കെ US ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ അമേരിക്കയുടെ അഹങ്കാരത്തിന്റെ കാരണങ്ങൾ അറിയാമല്ലോ. അവർക്കറിയാം അവരെ അത്രത്തോളം ലോകത്തിന് അവരെ ആവശ്യമുണ്ട്. അവരാണ് ഇന്നത്തെ ലോകത്തെ ചലിപ്പിക്കുന്നതെന്ന് അവർക്കറിയാം, ടെക്നോളജി ചലിപ്പിക്കുന്നതെന്ന് അവർക്കറിയാം. ആ ധാർഷ്ട്യവും ധിക്കാരവും അഹങ്കാരവും എല്ലാം അമേരിക്കയുടെ കയ്യിലുണ്ട്. അമേരിക്കയെ പോയി ആരും വെല്ലുവിളിക്കാൻ മടിക്കുന്നതും അതുകൊണ്ടാണ്. അപ്പോൾ ഈ സാഹചര്യത്തിൽ നമുക്ക് സ്വയം പര്യാപ്തത നേടുക എന്നത് മാത്രമാണ് നമ്മുടെ ഏക വഴി. ഭാഗ്യവശാൽ ഇത് നമ്മുടെ ഭരണകൂടം വളരെ മുന്നേ തന്നെ തിരിച്ചറിഞ്ഞു. അതുകൊണ്ടാണ് മേക്കിംഗ് ഇന്ത്യ, ആത്മനിർഭർ ഭാരത് പോലെയുള്ള പ്രോജക്റ്റുകൾ ഇന്ത്യയിൽ വന്നത്. മോദി അത് മനസ്സിലാക്കി വളരെ മുന്നേ തന്നെ തുടങ്ങിയില്ലായിരുന്നെങ്കിൽ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ നിൽക്കുന്നതിനേക്കാൾ വളരെ പുറകിലാനെ. ഇന്നിപ്പോൾ നമ്മൾ ഒരുപാട് പുറകിലൊന്നും പറയാനില്ല കേട്ടോ. അടുത്തൊരു 10-20 വർഷം കൊണ്ട് നമുക്ക് ക്യാച്ചപ്പ് ചെയ്യാൻ പറ്റും. പക്ഷേ അത് വളരെ ശ്രദ്ധയോടെ നമ്മൾ മുന്നോട്ട് പോയാൽ, അല്ലാത്ത പക്ഷം നമ്മൾ ഒരുപാട് പുറകിലായി പോകും, പല മേഖലയിലും പുറകിലായി പോകും. അപ്പോൾ ഓൾറെഡി നമ്മുടെ രാജ്യം വളരെ പുറകിലായിരുന്നു ടെക്നോളജിയുടെ കാര്യത്തിൽ, എക്കണോമിയുടെ കാര്യത്തിലൊക്കെ. കാരണം നമ്മുടെ എക്കണോമിക് റീഫോം ഉണ്ടാവുന്നത് തന്നെ 90കളിലാണ്. അത് ചൈനയിൽ 70കളിൽ ഉണ്ടായതാണ്.
20 വർഷം അവിടെ തന്നെ നമ്മൾ പുറകിലായിരുന്നു. അവിടെ നിന്ന് നമുക്ക് മുന്നോട്ട് വരേണ്ടതുണ്ട്. അപ്പം നമ്മൾ തീർച്ചയായിട്ടും ഇന്നൊരു വലിയ മാറ്റത്തിന്റെ പാതയിൽ തന്നെയാണ്. പക്ഷെ എന്നിരുന്നാലും ഇത്തരം സമ്മർദ്ദങ്ങൾ തീർച്ചയായിട്ടും നമ്മളെ ബാധിക്കുന്നു എന്നതൊരു വസ്തുതയാണ്. എത്രയും പെട്ടെന്ന് പരമാവധി എല്ലാ മേഖലകളിലും സ്വയം പര്യാപ്തത നേടുക. എനർജിയുടെ കാര്യത്തിൽ, ഇന്ധനം, എനർജി പോലുള്ള കാര്യങ്ങളിൽ, ടെക്നോളജിയുടെ കാര്യത്തിൽ, ഡിഫൻസിന്റെ കാര്യത്തിൽ, എക്കണോമിയുടെ കാര്യത്തിൽ, ഇതിൽ നമ്മൾ ഇത്രയും കാര്യങ്ങളിലും മസ്റ്റായിട്ട് നമ്മൾ സ്വയം പര്യാപ്തത നേടണം. ഏതെങ്കിലും ഒരു രാജ്യത്തെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും പുറത്തു കിടന്ന് നമുക്ക് തന്നെ വേണ്ടത് നമുക്കിവിടെ ഉൽപ്പാദിപ്പിക്കാനും കണ്ടെത്താനും കഴിയുന്ന നിലയിലേക്ക് നമ്മൾ മാറിയാൽ മാത്രമേ ഇതിനൊക്കെ ഒരു ശാശ്വത പരിഹാരം ഉണ്ടാവുകയുള്ളൂ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.